ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നല്ലൊരു ബീഫിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ചൂടാക്കുമ്പോൾ നമ്മൾ സവാള പച്ചമുളക് ഇട്ടിട്ട് വഴറ്റാണ് കേട്ടോ. അപ്പോൾ ഈ നോൺ വെജ് കറിയുടെ നമ്മുടെ എന്താ പറയുക നാടൻ മസാല വരട്ടിയെടുക്കുന്ന നോൺ വെജ് ഐറ്റംസൊക്കെ എന്താ പറയുക സവാളയൊക്കെ നന്നായിട്ട് അത്യാവശ്യം ഫ്രൈ ആയിട്ട് വരണം. അപ്പോഴല്ലേ അതിന് കൂടുതൽ ടേസ്റ്റ് തോന്നാറ്. ഇപ്പോൾ ബീഫിലൊക്കെ നമ്മൾ നാടൻ സ്റ്റൈലിൽ വയ്ക്കുമ്പോൾ വേപ്പിലൊക്കെ ഫ്രഷായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും അല്ലേ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ നന്നായിട്ട് ഇതിട്ടിട്ടുണ്ട്. പിന്നെ ബീഫിന് നമുക്ക് ടേസ്റ്റ് കൂടുന്ന വേറൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തല്ലേ. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ബീഫ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളിയും ധാരാളം തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൂടെ നമ്മുടെ തേങ്ങ കൊത്തും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല പാകമാവണ വരെ ഇടവിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ കുക്കായി വരാനാണ് കേട്ടോ. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മീൻവേൽ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യൊക്കെ ഉള്ള ടൈപ്പ് ബീഫാണ്. അപ്പോൾ നമ്മുടെ സവാള ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതേപോലെ കരിയാണ്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ എന്താ പറയുക വെച്ചാൽ നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചില്ലേ, അപ്പോൾ അതിൽ നമ്മൾ അത്യാവശ്യം ഈ ചേർത്ത പൊടികളും അതായത് ഉപ്പ്, മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, കുരുമുളക് ചേർത്ത് വേവിച്ചു. അപ്പോൾ സെയിം ടൈം നമ്മൾ 2 തക്കാളി മൂത്ത് വന്ന മസാലയിലേക്ക് ചേർത്തിട്ട് അത് വേവിക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വരാനായിട്ട് അതിലോട്ട് ബീഫ് വെന്ത സ്റ്റോക്ക് ഉണ്ടല്ലോ അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബീഫിൻ്റെ ആ നെയ്യൊക്കെ ഉള്ള ആ സ്റ്റോക്കും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക എന്താ പറയുക സ്മെല്ലിൽ അതൊന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ആ എണ്ണ തെളിയണ വരെ അതൊന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ആണ് നമുക്ക് ആ മുളകിൻ്റെ ഒന്ന് കുത്തില്ലാണ്ട് കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റിലേക്ക് വരിക. അങ്ങനെ അതിന് ശേഷം നമ്മൾ ബീഫ് ഈ മസാലയിട്ട് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നീട് തീ സിമ്മിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് ബീഫ് കിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക അപ്പം പൊറോട്ട അങ്ങനത്തെയൊക്കെ കഴിക്കാനായിട്ട് ഈ തിക്ക് ഗ്രേവിയുള്ള ബീഫ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മൾ സിമ്മിൽ വെച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പോൾ ആവശ്യത്തിന് മല്ലിയിലയും എന്താ പറയുക വേപ്പിലും ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. സിമ്മിൽ തന്നെ ഇരുന്നോട്ടെ. അതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതേപോലെ നല്ല കുറുകിയ ചാറോട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളത് ഉച്ചയ്ക്കാണ് ഉണ്ടാക്കിക്കണത്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറിൻ്റെ കൂടെയാണ് കേട്ടോ അത് കഴിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ പ്ലേറ്റിൽ ആവശ്യത്തിന് ചോറൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക വെണ്ടക്ക മെഴുക്ക് പുരട്ടി പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ തലേദിവസത്തെ കുറച്ച് മോര് കറി ഉണ്ട്, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അങ്ങനെ ബീഫൊക്കെ ഒഴിച്ച് കുറച്ച് സാലഡ് കുക്കുംബറും നമ്മുടെ സവാളയൊക്കെ വെച്ചിട്ട് നമ്മൾ ലഞ്ച് സെറ്റ് ചെയ്തു കേട്ടോ.